കഴിഞ്ഞ ദിവസം സംഘർഷം രൂക്ഷമായ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്ക് ഇടയിൽ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫും പാക് ഇന്റലിജൻസ് മേധാവി അസിം മാലിക്കും രണ്ട് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും അഫ്ഗാനിസ്ഥാനിലേക്ക് ചർച്ചകൾക്കായി പോകാൻ 3 തവണയാണ് 3 ദിവസത്തിനുള്ളിൽ വിസയ്ക്ക് അപേക്ഷ നൽകിയത്. എന്നാൽ ഈ വിസ അഫ്ഗാനിസ്ഥാൻ നിഷേധിക്കുകയായിരുന്നു. കാരണം പ്രശ്നങ്ങൾ സമാധാനപരമായിട്ട് പിന്നീട് കാര്യങ്ങൾ ആലോചിക്കാമെന്നാണ്. നിലവിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡർ അതായത് അതിർത്തി സംഘർഷഭരിതമായി തന്നെ തുടരുന്നു. ഏത് നിമിഷവും പ്രത്യാക്രമണങ്ങൾ ഉണ്ടായേക്കാം. അഫ്ഗാനിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു നീക്കമുണ്ടായ പോലും തങ്ങൾ വലിയ രീതിയിൽ അതിനെ പ്രതിരോധിക്കും എന്ന് തന്നെയാണ്. ഇതിനിടയിൽ പാകിസ്ഥാൻ ഒരു ആഭ്യന്തര കലാപത്തിന്റെ പിടിയിലുമാണ്. TLP എന്ന് പറയുന്ന ഒരു സംഘടന അവിടെ വലിയ രീതിയിൽ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ ധാരാളം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ സംഘടന തന്നെ പറയുന്നത് തങ്ങളുടെ 250ഓളം സമരഭടന്മാരെ പാക് സൈന്യം വധിച്ചു എന്നാണ്. പക്ഷേ പാകിസ്ഥാന്റെ ഔദ്യോഗിക കണക്ക് കേവലം 10 പേർ എന്ന് മാത്രമാണ്. ഏതായാലും ഇന്നും പാകിസ്ഥാനിൽ വിവിധയിടങ്ങളിൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിട്ടുണ്ട്, ഗതാഗതം തടഞ്ഞിട്ടുണ്ട്, റോഡുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ സംഘടനയും അഫ്ഗാനിസ്ഥാൻ പിന്തുണയ്ക്കുന്നു എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത്. അതായത് അഫ്ഗാനിസ്ഥാൻ വിവിധ രാജ്യങ്ങളുടെ സഹായത്താൽ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായത്താൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയും ആ ആയുധങ്ങൾ ഉപയോഗിച്ച് ടെറർ ഗ്രൂപ്പുകളെ പാകിസ്ഥാൻ സൃഷ്ടിച്ചെടുത്ത് പാകിസ്ഥാനെതിരെ പോരാടാനുമാണ് ശ്രമിക്കുന്നതെന്ന് പാകിസ്ഥാൻ പറയുന്നു. ഏതായാലും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഏത് നീക്കവും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ഇന്ത്യയും അതിർത്തിയിൽ നിലയുറപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.